നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതുന്നുവെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നില്ല. അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നോർക്കണം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടുവാനുള്ള ധൈര്യം നേടിയെടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷെ വെളിച്ചമുണ്ടാകില്ല. തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെയാവുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. അറിഞ്ഞുകൊണ്ട് ആരും തെറ്റിലേക്ക് എടുത്തു ചാടില്ല. പക്ഷെ അറിയാതെ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താതിരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരെക്കാൾ കുറ്റക്കാരായി മാറും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.